മലൈക്കോട്ടെ വരിവൻ്റെ 4-ാം ദിവസത്തെ ട്രാക്ട് കളക്ഷൻസ് റിപ്പോർട്ടുകൾ ഫൈനലായി വരുമ്പോൾ 1068ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 1068ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 57,800ഓളം ആളുകളാണ് കണ്ടത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. വലിയ പ്രതീക്ഷ തന്നെയാണ്. അതായത് ശനിയാഴ്ചത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത്. ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്നലത്തിനേക്കാളും മുകളിലായിരിക്കും ഇതിൻ്റെ കളക്ഷൻ എന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ താഴെ പോകുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏകദേശം 18% ഒക്യുപ്പൻസി മാത്രമാണ് സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത്. 91 ലക്ഷം രൂപ മാത്രമാണ് ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസ് ഇതുവരെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഫൈനലായിട്ട് 1 കോടിക്ക് മുകളിൽ പോകുമായിരിക്കാം എന്ന് തന്നെ പറയാം. നാളെ രാവിലത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. എന്തായാലും ഇതുവരെ കിട്ടിയിരിക്കുന്ന അനുസരിച്ചിട്ട് 91 ലക്ഷം രൂപ മാത്രമാണ്. ഇന്നലെ 1,04,00,000 രൂപയുണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാം ദിവസം 1,84,00,000 രൂപയുണ്ടായിരുന്നെങ്കിൽ ആദ്യ ദിനം 4,32,00,000 രൂപയുണ്ടായിരുന്നു. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഏറ്റവും മികച്ച ദിനമാണ്. പക്ഷേ ഇവിടെ ആ ഒരു കാര്യമല്ല സിനിമയ്ക്ക് വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുറവ് സിനിമയ്ക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരു സന്തോഷമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ ഇന്നും കളക്ഷൻ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത്ര വലിയ ബഡ്ജറ്റിലും ഇത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് ഇത്ര ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിങ്ങും ഹൈപ്പിലും വന്ന ഒരു സിനിമയ്ക്ക് ഈ രീതിയിലല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും സിനിമയ്ക്ക് 4-ാം ദിവസവും 1 കോടിക്ക് മുകളിൽ, അതായത് 1,30,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇന്നത്തെ ശരിക്കുമുള്ള കളക്ഷൻ വരാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും സിനിമ 10 കോടി കേരളത്തിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് സിനിമ 8 കോടിക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. ആദ്യ ദിവസം 5,85,00,000 രൂപയാണ് സിനിമ നേടിയിരുന്നത്. പിന്നീട് ഒരു ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വരുന്ന വർക്കിംഗ് ഡേയ്സിൽ എങ്ങനെയായിരിക്കും സിനിമയുടെ പ്രകടനം എന്നുള്ളത് തന്നെയാണ് എടുത്തു നോക്കുന്നത്. ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ തന്നെ ഒരു മികച്ച കളക്ഷനാണെന്ന് പറയാം. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു കളക്ഷൻ കുറവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു LJP മൂവിയായിട്ട് കാണുന്നവർക്കെല്ലാം ഈ സിനിമ വലിയ രീതിയിൽ തൃപ്തി നൽകുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളെയും സിനിമ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും വരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.